ഇന്നല്ല നാളെ ഭീകരമായി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളത് നോർത്ത് സൗത്ത് ഡിവൈഡാണ്. ഓക്കെ. അല്ല ഈ പാർട്ടിയുടെ കീ പൊസിഷനിൽ കുറേ കാലമായിട്ട് ബലബാധിതരാണ്. കോൺഗ്രസ്സുകാരെ പൊതുവെ കണക്കാക്കിയത് നായന്മാരുടെയും നസാണികളുടെയും പാർട്ടി എന്ന രീതിയിലാണ് പൊതുവെ ഈ സൗത്തിലുള്ള ഈഴവർ കണക്കാക്കിക്കൊണ്ടിരുന്നത്. കോൺഗ്രസ് സി പി എമ്മിനും അങ്ങനെ ഒരു എതിരാളിയല്ല ഇവിടെ എതിരാളിയായി വന്നത് ബി ജെ പി ആണ്. കാരണം ഈ പാർട്ടി പിണറായി ഉണ്ടായിക്കൊണ്ട പാർട്ടി, അത് കായിക ബലത്തിൽ അധിഷ്ഠിതമായി ഉണ്ടായിക്കൊണ്ട പാർട്ടിയാണ്, അല്ലാതെ വായനയിലോ വിവേകത്തിലൊന്നും അധിഷ്ഠിതമല്ല. അപ്പോൾ ആ ഒരു ശക്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ പോയി നിലനിൽക്കുന്നുണ്ട്. സൗത്തിന് കൂടുതൽ മന്ത്രിസ്ഥാനം കൊടുക്കും എന്ന് പ്രധാനപ്പെട്ട പോസ്റ്റ് വെക്കും. അതുകൊണ്ട് ഈ പ്രതികരിക്കാൻ സാധ്യതയുള്ള ആളുകൾക്ക് മന്ത്രിസ്ഥാനത്തിൽ അങ്ങ് നിന്നോളൂ. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖ ഇടപാടിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിച്ച് പിണറായി വിജയനും എം വി ഗോവിന്ദനും വരുന്നു. അത് ഊന്നി പറഞ്ഞുകൊണ്ട്, അതിനെ പിന്തുണച്ചുകൊണ്ട് അത്തരത്തിൽ തട്ടിപ്പ് നടന്നു എന്ന ആരോപണം ശക്തമാക്കിക്കൊണ്ട് കെ കെ രാഗേഷും വന്നു. എന്നാൽ ഇതിനെയൊക്കെ തന്നെ തള്ളുന്ന തരത്തിൽ ശക്തമായ പ്രതികരണവുമായി മറ്റ് ചില മുതിർന്ന നേതാക്കൾ വന്നു. ഇ പി ജയരാജൻ വന്നു, പി കെ ശ്രീമതി വന്നു, കെ കെ ശൈലജ വന്നു. അത് പാർട്ടി പ്രവർത്തകരെയും അണികളെയും ഒരുപോലെ ഞെട്ടിച്ച സംഭവമാണ്. കാരണം പിണറായി വിജയൻ, എം വി ഗോവിന്ദൻ എന്നീ നേതാക്കളെ തള്ളിപ്പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, തിരുവായ്ക്ക് എതിർവായില്ലാതിരുന്ന പിണറായി വിജയനെ പരസ്യമായി തള്ളിപ്പറയുക. കെ കെ രാഗേഷ് എന്നാൽ പിണറായിയുടെ ഏറ്റവും അടുത്ത ആളാണ്, വലം കൈയാണ്. അപ്പോൾ കെ കെ രാഗേഷിനെതിരെ പറയുന്നത് കൊള്ളുന്നത് പിണറായിക്കാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള രാജാവായ പിണറായിയെ പരസ്യമായി തള്ളിപ്പറയുവാൻ എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം? ഇതാണ് ടോക്കിംഗ് പോയിൻ്റ് എന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കെ കെ രാഗേഷിനെതിരെ ആഞ്ഞടിച്ചു. അത് വളരെ വ്യക്തമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യാതൊരു ഒളിവും മറയുമില്ലാതെ. സി പി എമ്മിനുള്ളിൽ ഇപ്പോൾ ഒരു ആഭ്യന്തര കലഹം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണോ? എന്താണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? സി പി എം നിലവിലുള്ള കാര്യം നമ്മൾ കണ്ട കെ കെ രാഗേഷിനെതിരെ ആഞ്ഞടിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയുന്നത് ഈ നോർത്തിലുള്ള നേതാക്കന്മാർ തന്നെയാണ്. ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ, കണ്ണൂരിൽ നിന്നുള്ള നേതാക്കന്മാർ തന്നെയാണ്. ഇയാൾ ഇ പി ജയരാജൻ. അപ്പം അത് അവിടെ പൊതുവെ ഉണ്ടാകുന്ന ഒരു ഡിസ്കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിനൊരു യൂണിഫോം ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കാരണമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ശൈലജ ടീച്ചർ പണ്ട് അത്രമാത്രം പിണറായി ഗ്രൂപ്പായി ചേർന്ന് നിന്നിരുന്ന ഒരാളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇ പി ജയരാജൻ പിണറായി ആക്കിയ ഒരാളാണ് ആ ഒരു വിഭാഗീയതയുടെ സമയത്ത്. അതുപോലെ തന്നെ ശ്രീമതി ടീച്ചറും പിണറായിയുടെ ആ ഗ്രൂപ്പിൻ്റെ വളരെ സജീവമായിട്ടുള്ളൊരു വക്താവായിരുന്നു. അപ്പം ഇവരെ തമ്മിൽ യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ മുമ്പ് ഒരു ഘടകമുണ്ട്. അല്ല, അതെന്ന് വെച്ചാൽ പണ്ടത്തെ ഇവരുടെ അടുത്ത യോജിപ്പിക്കുന്നതിന് പൊതു ഘടകമില്ല. പക്ഷെ ഇപ്പോൾ അവരെ യോജിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. അപ്പം ഇതിൽ നമ്മൾ കാണുന്നത് ശൈലജ ടീച്ചറിനെ പണ്ടേ അത്ര പഥ്യമായിരുന്നില്ല ആ ഗ്രൂപ്പിൽ നിന്നുള്ളത്. അതുകൊണ്ടാണ് കൂത്തുപറമ്പിൽ അന്ന് അവർ തോറ്റുപോയതോടുകൂടിയാണ് അന്ന് വി എസിന് കിട്ടേണ്ടിയിരുന്ന, അർഹിച്ചിരുന്നത്, ഈ കഴിഞ്ഞ കോവിഡ് സമയത്ത് ഉണ്ടാക്കിയ പോലെ അല്ല, അർഹിച്ചിരുന്ന തുടർഭരണം ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ്. അപ്പം കോവിഡ് സമയത്ത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. അതുപോലെ സകല കമ്മ്യൂണൽ സാധനങ്ങളുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു ജമാഅത്ത് ഇസ്ലാമി വെച്ചിട്ട്. പക്ഷേ വി എസിന് അങ്ങനെ ആയിരുന്നില്ല. സകല കമ്മ്യൂണൽ ഫോഴ്സസ് വി എസിനെതിരായിരുന്നു. എന്നിട്ട് പോലും വി എസിന് 2 സീറ്റിൻ്റെ വ്യത്യാസമാണ് അന്നുണ്ടായത്. പാർട്ടി ഇത്രയും കമ്മ്യൂണൽ ഫോഴ്സ് എതിരായിട്ടും പാർട്ടി ഇത്രയും തോൽക്കാൻ ആഗ്രഹിച്ചിട്ടും. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇപ്പോൾ കേരളത്തിൽ തുടർഭരണം നേടിയ സി പി എമ്മിൻ്റെ റിയൽ ഇടതുപക്ഷക്കാരൻ ആരാന്ന് ചോദിച്ചാൽ അത് വി എസ് ആണ്. അതെ, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. മറ്റേതൊക്കെ ഉടായ്പിലൂടെ നേടിയെടുത്തതാണ്. ഒന്ന് കോവിഡ് വന്നതുകൊണ്ടും വേറെ ഇപ്പോൾ കമ്മ്യൂണൽ എല്ലാ സാധനങ്ങളും സപ്പോർട്ട് ഉണ്ടായിട്ടും നേടിയെടുത്തതാണ്. അവരൊക്കെ തിരിച്ചു പോയപ്പോൾ തദ്ദൈവം ആവുകയും ചെയ്തു. അതാണ് അതിൻ്റെ കാര്യം. അതാണ്. അല്ല, ജനങ്ങളൊപ്പം നിന്നത് വി എസ്. നമുക്കറിയാമല്ലോ, ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് വേണ്ടി കേരളത്തിൽ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുക, പാർട്ടി തീരുമാനം തിരുത്തേണ്ടി വരിക പാർട്ടിക്ക് നിർബന്ധിതരായത് ആദ്യമായിട്ടാണ്. എനിക്കൊന്നും അതിനുശേഷം ഉണ്ടാവില്ല, അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊരു നേതാവാണ് വി എസ്. വി എസിന് ജനങ്ങൾ തുടർഭരണം നൽകാൻ ആഗ്രഹിച്ചു. പക്ഷേ പാർട്ടി വി എസ് സപ്പോർട്ട് ഇട്ടാൻ അപ്പോൾ അത് എതിരാളിയായി പിണറായി വന്നതുകൊണ്ടാണ്. കാരണം വി എസിന് അതുവരെ പുറത്തുള്ള ആളുകൾക്ക് ഇഷ്ടമായിരുന്നില്ല അങ്ങനെ രീതിയും സംഭാഷണമൊന്നും. പക്ഷേ പിണറായി വന്നതോടുകൂടി പിണറായി മോസ്റ്റ് ഹേറ്റഡ് ഫെലോ ആയി മാറി. അന്നപ്പോൾ ബി എസിന് അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരാൾ വി എസ് ആയിരുന്നു, അകത്തും പുറത്തും. അതോടുകൂടി വി എസ് ഒരു ഐക്കണായി മാറി. അങ്ങനെയാണ് വി എസിൻ്റെ ഒരു പൊതുസമ്മതി ഉണ്ടാകുന്നത്. അതെ. അപ്പം ഇത് അപ്പോൾ കണ്ണൂരുള്ള ഈ പറയുന്നത് പോലെ പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പം ശ്രീമതി ടീച്ചറും എല്ലാം തന്നെ അന്നത്തെ ഔദ്യോഗിക ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ആളായിരുന്നു, ഇ പി ജയരാജൻ. പക്ഷെ അവർക്ക് കിട്ടേണ്ട പ്ലേസ്മെൻറ്റ് കിട്ടി. അവരെപ്പോലും വെട്ടി ഒതുക്കിയെന്നൊരു ഫീൽ അവർക്ക് വന്നു.
തീർച്ചയായും അതാണ് അവരെ പ്രശ്നം. അതാണ്. അതാണ് ആര് അതായത് ഇ.പി. ജയരാജൻ സീനിയറാണ്, എന്നിട്ട് എം.വി. ഗോവിന്ദനെ പ്രതിഷ്ഠിച്ചു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി. ഇ.പി. ജയരാജൻ ഒതുക്കപ്പെട്ടതായി ഒരു ജയരാജനെക്കൊണ്ട് നല്ല പോകുന്ന മോശമാണ്. അതിലും പി ജയരാജനായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഒന്നായിരുന്നില്ല ചർച്ച ചെയ്യുക. അല്ല, ഇ.പി. ജയരാജന് അത്തരത്തിലൊരു ഫീലുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഏറ്റവും നല്ല സംഭാവന നൽകിയ ആള് പി കെ ശ്രീമതി ടീച്ചറാണ്. പക്ഷേ ടീച്ചർക്ക് അന്ന് അതിന്റെ ക്രെഡിറ്റ് കിട്ടിയില്ല. അന്ന് മോന്റെ പേരൊക്കെ പറഞ്ഞ് അവരെ അവമാനിക്കലായിരുന്നു പരിപാടി. അതിനുശേഷം അവരെ ഒതുക്കി, പിന്നീട് അവരെ ഉയർന്നു വരാൻ സമ്മതിച്ചില്ല. പിന്നെ ഡൽഹിക്ക് പോകുന്നു. കെ ശൈലജ ടീച്ചർ വന്നു. ശൈലജ ടീച്ചറും പേരെടുത്തു, പക്ഷേ അവിടെയും അതൃപ്തി ഉണ്ടായി. ശ്രീമതി ടീച്ചർ പോലെ റിയലായിട്ടുള്ള പേരെടുക്കണമെന്നല്ല, അത് പി ആർ വർക്കായിരുന്നു. പിന്നെ അവരതല്ല, ശ്രീമതി ടീച്ചർ വർക്ക് ചെയ്താണ്. അല്ല, ശ്രീമതി ടീച്ചറെ കുറിച്ച് ആരോഗ്യരംഗത്ത് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ, ഡോക്ടേഴ്സുമായി സംസാരിച്ചപ്പോൾ, മറ്റ് ജീവനക്കാരുമായി സംസാരിച്ചപ്പോൾ അവർ കുറച്ച് റിയലായിരുന്നു. അതെ, അവർക്ക് അഹങ്കാരമില്ലായിരുന്നു. എന്താണ് അവർക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ള അറിവുള്ളവർ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. അവർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പി ആർ വർക്ക് ഏജൻസിനെ ആളുകളെയും വെച്ചിരുന്നു. ഏജൻസിയിലെ ആളുകളെയും വെച്ചിരുന്നില്ല. അപ്പോൾ അത് മലബാറിലുള്ള പൊതുവായിട്ട് ഇപ്പം ഇതിലെല്ലാം ഏറ്റവും കൂടെ പ്രതികരിക്കേണ്ട ആൾ പി ജയരാജൻ. അങ്ങനെ പക്ഷേ കഥ കളഞ്ഞ ലെനിസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ മിണ്ടിയല്ല, അങ്ങനെ തല കിട്ടിയാലും അങ്ങനെ മിണ്ടിയല്ല. ഇവരൊന്നും അത്രത്തോളം ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ മിണ്ടുന്നത്. ഒന്ന്, അല്ലെങ്കിൽ സംസാരിക്കാതെ ഇരുന്നാൽ മതിയല്ലോ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിലുപരിയായിട്ട് ഇന്നല്ല നാളെ ഭീകരമായി പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളത് നോർത്ത് സൗത്ത് ഡിവൈഡാണ്. ഓക്കെ. അല്ല, ഈ പാർട്ടിയുടെ കീ പൊസിഷനിൽ കുറേ കാലമായിട്ട് ബലബാധകരാണ്. അതെ, എസ്പെഷ്യലി കണ്ണൂരുകാരാണ്. അപ്പം ഈ മലപ്പുറം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമുള്ളൊരു പാർട്ടി അല്ലല്ലോ ഇത്. അതിശക്തമായ സ്ട്രോങ് ഹോൾഡ് ആലപ്പുഴയും പിന്നെ കൊല്ലത്തും തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ ഭരിച്ചിരുന്നത്. മലബാറിലെ സീറ്റുകൊണ്ട് മാത്രം ഭരിക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് ഏതാണ്ട് തുല്യമായ റെപ്രസെൻറ്റേഷന് മുമ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് നായനാർ നിൽക്കുന്നു, മറ്റേ ഭാഗത്ത് VS നിൽക്കുന്നു. ആ രീതിയിലായിരുന്നു പൊതുവെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം നായനാരാണെങ്കിൽ തന്നെ അപ്പുറത്ത് VS ഇദ്ദേഹമായിരുന്ന സമയത്ത് മരിച്ചുപോയ പിണറായിന് മുമ്പുള്ള അദ്ദേഹം ആയിരുന്ന സമയത്താണെങ്കിലും VS ഇപ്പുറത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് നേരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു VS. അത് പിന്നെ ഇല്ലാതായി. പിന്നെ നമ്മൾ കാണുമ്പോൾ പാർട്ടി ലീഡർഷിപ്പിലാണെങ്കിലും സംസ്ഥാന ഭരണരംഗത്താണെങ്കിലും എല്ലാം തന്നെ കണ്ണൂർ മലബാർ ലോബിയുടെ ഒരു അതിശക്തമായിട്ടുള്ള ഒരു പിടിയുണ്ടായിരുന്നു. അതിൽ സൗത്തിലുള്ള ആളുകൾ പൊതുവേ അസംതൃപ്തരായിരുന്നു. പക്ഷേ ഈ പാർട്ടി നോർത്ത് സൗത്ത് ഡിവൈഡ് ഇല്ല, സിദ്ധാന്തം അത് ഇതൊക്കെ പറഞ്ഞു. മാത്രമല്ല ഇവിടെയുള്ള പ്രശ്നക്കാരായ ആളുകൾക്കൊക്കെ മന്ത്രിസ്ഥാനവും വേണ്ടതൊക്കെ കൊടുത്തതുകൊണ്ട് അത് അടങ്ങി ഒതുങ്ങി നിൽക്കുകയായിരുന്നു. സുധാകരൻ പോലും ഇപ്പോൾ ഈ നോർത്ത് സൗത്ത് പറഞ്ഞിട്ടില്ല. സുധാകരൻ്റെ ഒരു പ്രോബ്ലം ആകാൻ സാധ്യതയുള്ള ഈ നോർത്ത് സൗത്ത് ഡിവൈഡാണ്. ഈ സുധാകരൻ ശരിക്കും ഒരു മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ഒക്കെ ആവേണ്ട ആളാണ്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ അത് സുധാകരൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് പിന്നെ അദ്ദേഹം അങ്ങനെ പറയാത്തതുകൊണ്ടായിരിക്കും. അപ്പം അല്ല, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നോർത്ത് സൗത്ത് മാത്രമല്ല, താങ്കളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് ഈ തൃശ്ശൂർ മുതൽ ഇങ്ങോട്ടെല്ലാം അവഗണിക്കപ്പെട്ട ഒരു അർഹിക്കുന്ന പ്രാധാന്യം കിട്ടുന്നില്ല. കണ്ണൂരിനാണ് അർഹിക്കുന്നതിനെക്കാട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. അതെ, അതിന് പറയുന്ന കാരണം എന്ന് വെച്ചാൽ അത് പുറത്ത് അറിയില്ല, ഉള്ളു പറയുന്നത് വെച്ചാൽ ശരിയായ സഖാക്കൾ, ശരിയായ പാർട്ടിയുള്ള എന്നിട്ടാണ് ഈ രണ്ട് സ്ഥലത്ത് തോറ്റത്. അതെ. എനിക്ക് കുറേയേറെ പേരുകൾ നമുക്ക് മുന്നിലേക്ക് വരാറുണ്ട്. ശ്രീ കെ രാധാകൃഷ്ണൻ്റേതുണ്ട്, ശർമ്മയുടേതുണ്ട്. അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞതുപോലെ ജി സുധാകരൻ്റെ പേരുണ്ട്. അങ്ങനെ ഒട്ടേറെ നേതാക്കളെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കും. ശരിക്കും കരുത്തോടുകൂടി പാർട്ടിയെ നയിക്കാൻ സാധിക്കുന്നവർ, അതായത് കഴമ്പുള്ള നേതാക്കൾ. ഇവിടെ പിരിപ്പങ്കോട് മുരളിയില്ലായിരുന്നു, പാർട്ടി പോലും ഇല്ല. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അതെ, നല്ല നേതാക്കളുണ്ട്. അപ്പോൾ ആലപ്പുഴയിലും ഉണ്ട് നേതാക്കൾ, കൊല്ലത്തുമുണ്ട്. ഇവിടെ സൗത്തിലുള്ള നേതാക്കന്മാർക്ക് പറ്റിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവർ ഈ വിഭാഗീയത ആദ്യ കാലഘട്ടത്തിൽ ശക്തമായി VSന്റെ കൂടെ നിന്നവരായിരുന്നു. അപ്പോൾ ആ പ്രധാനപ്പെട്ട ആളുകളെ മൊത്തം എന്ന് വെച്ചാൽ അവരെല്ലാം പിന്നെ തൊട്ടുകൂടാത്തവർ, ആനത്തലോട്ട് ആനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തൊട്ടുകൂടാത്തവരായി. അദ്ദേഹം തവണ മന്ത്രിയൊക്കെ ആവേണ്ട ആളാണ്. അതെ. അപ്പം പിന്നെ രണ്ടാം നിരയെ വളർത്തിയെടുത്തു. ഈ രണ്ടാം നിര പൂർണ്ണമായും പിണറായിയുടെ കുട്ടികളാണ്. അദ്ദേഹം അങ്ങനെ ചൂസ് ചെയ്തുകൊണ്ട് മാത്രം, ചെറിയ പിക്ക് ചെയ്തുകൊണ്ട് മാത്രം അവിടെ എത്തിയ ആളുകളാണ്. അതായത് ആനത്തലവട്ടത്തിനൊക്കെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് വന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് കമ്മിറ്റ്മെൻറ്റ് ആരോടായിരിക്കും? പിണറായിയോടായിരിക്കും. മാത്രമല്ല ഈ ആനത്തലവട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ വിരുപ്പംകോട് പള്ളിയിൽ നിന്ന് പോരാനുള്ള ആദ്യം അവർക്ക് ഉണ്ടാവില്ല. പോലീസിനെ കണ്ടാൽ ഓടിക്കളയും. മറ്റേതല്ല, പോലീസ് വെടിവെക്കണമെന്ന് പോയി. അതാണ് എൻ്റെ ഒരു വ്യത്യാസം. അപ്പം പിന്നെ മാത്രമല്ല ഈ തിളങ്ങുന്ന ഷർട്ടുമൊക്കെ ഇട്ട് പോകുമ്പോൾ നാട്ടുകാർക്ക് ഒരു കോൺഗ്രസ് വീണ്ടും തമ്മിൽ എന്ത് വ്യത്യാസം തോന്നും? കോൺഗ്രസ്സിന് മിനിമം ഒരു കഥ, ഒരു എളിമയെങ്കിലും ഉണ്ട്. ഇതതും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് കുറച്ചാലായി പോഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സൗത്തിലുള്ള വിജയകുമാറിനെ പോലെയുള്ള സൗത്തിലുള്ള പല പ്രമുഖ നേതാക്കന്മാരൊന്നും അല്ലാതായി പോയിട്ടുണ്ട്. പൊതുവേ അത് ചെയ്യുന്നത് സൗത്തിന് കൂടുതൽ മന്ത്രിസ്ഥാനം കൊടുക്കും എന്ന് പ്രധാനപ്പെട്ട പോസ്റ്റ് വെക്കും. അതുകൊണ്ട് ഈ പ്രതികരിക്കാൻ സാധ്യതയുള്ള ആളുകൾക്ക് മന്ത്രിസ്ഥാനത്തിൽ അങ്ങ് നിന്നോളും. പിന്നെ അവർ ഇനിയിപ്പം വേറെ അവിടെ
വളർന്നു വന്ന് അടുത്ത മന്ത്രിയാവരുത് എന്ന് വിചാരിച്ചിട്ട് അവരതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ പ്രശ്നം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതെ. പിന്നെ അവരുള്ളിൽ തന്നെ പലരും പറയുന്നത് ഇന്നവേലെ പേടിച്ച് ഉണ്ടാതിരിക്കുന്നത്. അത് ശരി. അല്ല, അത് പക്ഷേ ഈ തിരുത്തൽ നടപടി അത് നമ്മൾ എവിടെ നോക്കിയാലും, USSRൽ നോക്കിയാലും എവിടെ നോക്കിയാൽ തന്നെയും ആ തിരുത്തൽ നടപടി ചൈനയിൽ നോക്കിയാലും, ചൈനയിൽ പക്ഷേ അതൊരു പാർട്ടി പ്രത്യേക ഒരു ടേൺ എടുത്ത് അങ്ങ് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലനിൽക്കുന്നുണ്ട് ആ ഒരു സംഭവം, അതിൻ്റെ സ്വഭാവമൊക്കെ മാറിയെങ്കിൽ തന്നെ. പക്ഷേ USSRലേക്ക് നോക്കിയാൽ അവിടെ എതിർ സ്വരം ആരും ഉയർത്താൻ ധൈര്യപ്പെടുന്നില്ല. ക്രൂഷ്ചേവ് ആണെങ്കിൽ തന്നെയും മറ്റു പല നേതാക്കളാണെങ്കിൽ തന്നെയും ചോദിക്കുമ്പോൾ പറയുന്നത് ആ സമയത്ത് സ്റ്റാലിനോട് എതിർത്ത് സംസാരിച്ചിരുന്നു എങ്കിൽ ജീവനുണ്ടാവില്ല. പലരും മിണ്ടാതിരുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം കിടക്കുന്നത് വെച്ചാൽ ഇവർ മിണ്ടാതിരുന്നതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ നിർജീവമായ ആ ഒരു കാലഘട്ടത്തിൽ സൗത്തിലുള്ള ഈ ഡിസ്കണ്ടന്റ് അത് പൊതുവെ ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണ് കൂടുതൽ. ഇതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞൊരു 10 വർഷത്തിലേക്ക് BJP കയറി. ഓക്കെ. അതിൽ തുഷാർ വെള്ളാപ്പള്ളി നല്ലൊരു ഫെസിലിറ്റേറ്ററായിരുന്നു ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഇടയിലെത്തി. ആദ്യം അങ്ങനെ കോൺഗ്രസ്സിലെ ഈഴവരെ പിടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് CPMൽ ഈഴവരെ മോഡി സ്വയം പിടിച്ചു. മോഡീൻ്റെ ഇമേജും പയ്യന്മാരും വിജയ് ജയിച്ച പോലെയാണ് ഇവിടുത്തെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ ഈ നരേന്ദ്രമോദി ഇമേജ് ഉണ്ടാക്കുന്നത്. സ്ത്രീകളും കുട്ടികളാണ് മൂപ്പരെ ഫാൻസ്. അത് ചാത്തന്നൂർ കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ഇവരങ്ങോട്ട് സൗത്തിലുള്ള ആളുകൾ വിചാരിച്ചാൽ പോലും അത്ര എളുപ്പം കിട്ടാത്ത രീതിയിൽ ചിത്രം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ CPMൻ്റെ തകർച്ചയിൽ നിന്നും കരകയറ്റാൻ ആഗ്രഹിക്കുന്ന നേതാക്കൾ അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തിയാൽ പോലും BJP മറുവശത്ത് നിൽക്കുന്നത് കൊണ്ട് ഒരു വെല്ലുവിളി ശക്തമായി. കോൺഗ്രസ് ഇവർക്ക് ഒരു കണ്ടൻഡർ ആയിരുന്നില്ല. അങ്ങനെ കോൺഗ്രസ്സുകാരെ പൊതുവെ കണക്കാക്കിയത് നായന്മാരുടെയും നസാണികളുടെയും പാർട്ടി എന്ന രീതിയിലാണ് പൊതുവെ ഈ സൗത്തിലുള്ള ഈഴവർ കണക്കാക്കിക്കൊണ്ടിരുന്നത്. കോൺഗ്രസ് CPMനും അങ്ങനെ ഒരു എതിരാളി അല്ല ഇവിടെ എതിരാളിയായി വന്നത് BJP ആണ്. അത് പ്രത്യേകിച്ച് മുരളീധരനെ പോലെ ഈഴവ പ്രമാണി MLA ആവുന്നു, മന്ത്രി ആവുന്നു, ഈഴവ രാജകീയ തീയനാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ആണെന്ന് കരുതുന്നുണ്ടോ ഫക്രുദ്ദീൻ? അതായത് ചിലരൊക്കെ എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, ലിയോ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ചർച്ചയിൽ പറയുന്നത്? ഈ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു, ഫക്രുദ്ദീൻ അലി പറയുന്നു, നിങ്ങളുടെ വേണുഗോപാൽ പറയുന്നു, അവരൊക്കെ പറയുന്നത് പോലെ കേരളത്തിൽ അങ്ങനെ BJP അങ്ങ് വളരുമോ? ഇത് നിങ്ങൾ കേരളമാണെന്ന് മനസ്സിലാക്കണം. ഒരു വശത്ത് ഇവിടെ കോൺഗ്രസ് ഉണ്ട്, അടിവേരുള്ള CPM ഉണ്ട്, ഇതൊക്കെയാണ് പറയുന്നത്. ഈ കേരളത്തിൽ ഗുജറാത്ത് കലാപം അന്നപ്പം നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ഉത്തരേന്ത്യയിൽ BJP 8 പണി കിട്ടിയ ഇലക്ഷനിൽ തൊടുപുഴ വേറെ 3000 രൂപ ലോക്സഭാ മണ്ഡലത്തിൽ NDA ജയിച്ച സ്ഥലമാണ്. ഓക്കെ. ഈ കേരളത്തിനടുത്തുള്ള 100% മുസ്ലിങ്ങളുടെ ലക്ഷദ്വീപിൽ ഗുജറാത്ത് കലാപം കഴിഞ്ഞ് 2004 നടന്ന ഇലക്ഷനിൽ NDA ജയിച്ച പ്രദേശമാണ്. ഈ കേരളത്തിൽ 2016 ഇലക്ഷനിൽ മുസ്ലിംസ് എല്ലാം പേടിച്ചുകൊണ്ടിരുന്ന ഒരു ഇലക്ഷനിൽ, അല്ലെങ്കിൽ BSഉം പിണറായി ഒരേപോലെ സജീവമായിട്ട് ഇറങ്ങിയ ഇലക്ഷനിൽ രാജേട്ടൻ ജയിച്ച് കയറിയ സ്ഥലമാണ്. ഈ കേരളത്തിൽ 2015 ലോക്സഭ 2024 ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂർ അത് ഹിന്ദു ഭൂരിപക്ഷമാണെങ്കിലും മുസ്ലിംസും ക്രിസ്ത്യൻസും കൂടി നിന്നാൽ കമ്മ്യൂണിസ്റ്റുകാരും കൂടി നിന്നാൽ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സ്ഥലത്ത് സുരേഷ് ഗോപി 80,000 വോട്ടിന് ജയിച്ച താമര ചിഹ്നത്തിൽ ജയിച്ച സ്ഥലമാണ്. ഈ കേരളം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ മലയാളം അറിയില്ല നിങ്ങൾ അധിക്ഷേപിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിൻ്റെ അണ്ടറിൽ 3 നിയമസഭാ സീറ്റുകളിൽ ജയിച്ച സ്ഥലമാണ്. ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം BJP പിടിച്ചെടുത്ത സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായിട്ടുള്ള എല്ലാ ജില്ലകളിൽ നിന്നും വന്ന് ആളുകൾ താമസിക്കുന്ന കോഴിക്കോട് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുത്ത സ്ഥലമാണ്. സോ വിച്ച് ഈസ് യുവർ കേരള? ഈസ് ഇറ്റ് ദ റിയൽ കേരള ഓർ യൂട്ടോപ്യൻ കേരള? അപ്പോൾ ഇതാണ് വസ്തുത. ഇത് കണ്ടില്ലെന്ന് നടിച്ചിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യം ഇതാണ്. എങ്ങനെ BJP ഇങ്ങനെ ഇൻട്രോഡ്യൂസ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അത് CPMനോട് ഉണ്ടായ ഡിസ്കണ്ടൻ്റാണ്. ആർക്കെന്ന് ചോദിക്കും, അത് ഈഴവർക്കാണ്. അപ്പോൾ നിങ്ങൾ നിയമത്തെ പണ്ടേ ഒരു സ്വാധീനമുണ്ട്. അതെ, BJPയുടെ സ്വാധീനമുള്ള ഒരു ബെൽറ്റാണത്. പക്ഷേ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഈഴവ കമ്മ്യൂണിറ്റിയുടെ പങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൃശ്ശൂരിൽ ഈഴവ കമ്മ്യൂണിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ചാത്തന്നൂർ ഈഴവ മഹാഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ എന്താണ് പറയുക, ഒരു ഈറ്റില വന്ന് സൗത്ത് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്.
കൊല്ലത്തിൻ്റെ കിഴക്കൻ മേഖല ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നല്ലതെന്ന് പറയാൻ വേണ്ടി CPM കാരും CPI യുദ്ധം ചെയ്യുന്ന സ്ഥലമാണ്. അവിടെയാണ് ആര് ജയിക്കുന്നത്? BJP തന്നെ ജയിക്കുന്നത്. അതെ അതെ. അല്ല, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അതായത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് കേരളമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും കാണാതെ മാറി നിൽക്കാം, എന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കാം. ഇന്ന് ഓരോ തവണ ജയിക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാരണം കണ്ടെത്താം. അവസാനം സ്വയം BJP ആകുമ്പോൾ അതിനും കാരണം കണ്ടെത്താം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നപ്പോൾ ഉള്ള റിയാലിറ്റീസിനെ ആ രീതി അഡ്രസ്സ് ചെയ്ത് പോകാം. ഇതിലേതാണ് ശരി നിങ്ങൾ ആലോചിച്ചാൽ മതി. അല്ലേ, ഇതിപ്പോൾ നമ്മൾ പറയുന്നത് പോലെ BJP ഒരു വശത്തുണ്ട്, UDF ഉണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ ചെയ്തു കൂട്ടിയ ഒട്ടേറെ തെറ്റുകൾ ഇപ്പോൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ട് ഇരിക്കുക. അതാണ് പാർട്ടിയുടെ പ്രശ്നം. ഈ പാർട്ടിയാണ് വിശ്വസിച്ചിരുന്നത് ക്രെഡിബിലിറ്റിയാണ്. അഴിമതി നടത്തില്ല, ഈ ജനങ്ങളുടെ പക്ഷത്തെ നിൽക്കുള്ളൂ, കാപട്യം കാണിക്കില്ല, സ്വജനപശ്ചാത്തലം കാണിക്കില്ല, ഉണ്ടെങ്കിൽ തന്നെ പാർട്ടിക്കാർക്ക് വേണ്ടി കാണിക്കുള്ളൂ. ഇതൊക്കെ മാറി കഴിവുള്ളവൻ അംഗീകാരം കിട്ടും. കഴിഞ്ഞ 10 വർഷത്തിനടുത്ത് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ നിയമിക്കപ്പെട്ട പോലീസ് ഓഫീസർമാരും കളക്ടർമാരും മതി, പോലീസ് ഓഫീസർമാരൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. എന്നുവെച്ചാൽ DGP തൊട്ട് ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ആളുകൾ പലരും അല്ല വന്നിട്ടുള്ളത്. ഉണ്ടായിരുന്ന സെൻകുമാർ വന്ന അന്ന് തന്നെ മാറ്റി. സെൻകുമാർ സാറിനോട് കാണിച്ച ഇനി സെൻകുമാർ ആരാണ്? സെൻകുമാർ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് തന്നെ ആയിരിക്കണമെന്നില്ല. പക്ഷേ അയാൾ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നായനാറിനൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു. VS-നൊക്കെ അവരെ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ. അയാൾ ഈഴവനാണ്. ആഫ്റ്റർ ഓൾ നമ്മളാളാണ് എന്ന് ഈഴവർ ചിന്തിക്കും. എന്താണ് അയാളുടെ അയോഗ്യത? അയാൾ ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറയുന്ന ചില മൂല്യങ്ങളെ കുറിച്ച് തന്നു. രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറയുന്നത് അയാളിപ്പോൾ നിങ്ങളുടെ ആളല്ല കേട്ടോ എന്നാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. അയാൾ ആ സ്ഥാനത്തിരിക്കും ഏതെങ്കിലും രീതി അയാൾ BJP-കാരെ സഹായിച്ചോ? അതാണ് അയാൾ തീവ്രവാദികൾക്ക് നിലപാടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളാളല്ലാതാവും. ഇവിടെ പല ഉദ്യോഗസ്ഥന്മാർക്ക് നിങ്ങളുണ്ട്, പല ഉദ്യോഗസ്ഥന്മാരും നിങ്ങളുടെ ആളല്ല. അമിത്ഷാനെ ഒരു കേസിൽ രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന ഒരാളാണ് നിങ്ങൾ പിന്നെ പിടിച്ച് DGP ആക്കിയത്. എൻ്റെ അടിസ്ഥാനത്തിലാണ്? ഞാനങ്ങനെ രക്ഷപ്പെടുത്തിയെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അയാളെ വേറെ തന്നെ വിജിലൻസ് ഓഫീസറായ സമയത്ത് അമിത്ഷാനെ രക്ഷപ്പെടുത്തിയ ആളാണ്. ഉമ്മൻചാണ്ടി തമ്മിലുള്ള മോഡിയും തമ്മിലുള്ള ബന്ധമാണ്. ആ മോഡി ബന്ധത്തിൻ്റെ ഓർത്ത് ഉമ്മൻചാണ്ടിക്ക് 2014 തുടർഭരണം ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ് നിങ്ങളാണ് ഇലക്ഷന് മുമ്പ് പറഞ്ഞത്, ഞാനല്ല. അപ്പോൾ അത് നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് IPS കിട്ടിയ ഒരു ലേഡി ശ്രീലേഖ ഉണ്ടായിരുന്നു. നിങ്ങളവരെ DGP ആക്കിയില്ല. B സന്ധ്യ ഉണ്ടായിരുന്നു, നിങ്ങളാക്കിയില്ല. നിങ്ങൾ പിന്നെ ആക്കിയത് വേറെ വലിയ പേരും പെരുമയൊന്നുമില്ലാത്ത വേറെ പറഞ്ഞിട്ടുള്ള ഒരാളെയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കും. അപ്പം LDF വയ്ക്കുമ്പോൾ എല്ലാം തന്നെ മികച്ച ഉദ്യോഗസ്ഥ. അത് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആർജവത്തോടു കൂടി പറയാൻ മതി ഞങ്ങളല്ല. പക്ഷെ അതിനുള്ള ചാൻസ് പോയി ഓരോ അപ്പോയിൻമെൻറ്റും. അവിടെയാണ് ഈ പറയുന്ന സതീശൻ വളരെ തന്ത്രമായി. ഈ സതീശൻ ഈ ഗ്യാപ്പ് കയറി കളിക്കുന്നുണ്ട്. അവർ ചെയ്യാത്തത് ഞങ്ങൾ ചെയ്യുന്നു, കൊള്ളാവുന്ന ആളുകളെ നിയമിക്കുന്നു എന്നൊക്കെ. പിന്നെ കമ്മ്യൂണിസ്റ്റ് എപ്പോഴും വായനക്കയത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളായിരുന്നു. ഈ സൗത്തിലുള്ള ആളുകളെ വലിയ നമ്മളെ പാർട്ടിയാണ് വീരുള്ള ആളുകളുടെ പാർട്ടിയാണ്. ഇപ്പം എന്ന് വെച്ചാൽ സൗത്തിലുള്ള നേതാക്കന്മാരെ നോക്കിയാൽ വിഷ്ണുനാഥ്, അതുപോലെ തന്നെ ലിജു, ഇവരെയൊക്കെ പോലെ വായനയുള്ള ആളുകൾ LDF കുറവാണ്. അതെന്ന് വെച്ചാൽ ഒരു പാർട്ടി സാഹിത്യമല്ല, അവരെല്ലാം വായിക്കും. ഓജി അപ്പോൾ ഈ സതീശൻ തന്നെ നല്ല വായനക്കാരനാണ്. ഏറ്റവും രമേശ് ചെന്നിത്തല നന്നായി പത്രവും കാര്യങ്ങളും ഒക്കെ വായിക്കുന്ന ആളാണ്. അതൊക്കെ നല്ല ധാരണ. എഴുത്ത് അത് രമേശിൻ്റെ ഞാനൊരു ഇംഗ്ലീഷ് ഡിബേറ്റിൽ ഇരുന്നുണ്ട്. രമേശ് വളരെ മാന്യമായി സംസാരിക്കുന്ന ആളുമാണ്. അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനൊക്കെ ഇവർ കൗണ്ടർ ഇപ്പോൾ കോൺഗ്രസ്സുകാരെ കൈ കിടക്കുകയാണ്. BJP-ക്കാർ പിന്നെ സ്വയം അലമ്പായിക്കൊക്കെ നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ CPM-നുള്ള ദേഷ്യം കൊണ്ട് കോൺഗ്രസ് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. കാരണം ഈഴവർക്ക് കോൺഗ്രസ് പോകാന്ന് വെച്ചാൽ താഴെത്തട്ടിലൊരു നമ്മൾ ബ്രാഹ്മണ ഈഴവരല്ല, താഴെത്തട്ടിൽ ഈഴവർ കോൺഗ്രസ് എന്തോ അലർജിയുള്ളവർ. അവരിലാണ് ഇപ്പം BJP-യിലേക്കുള്ള പോക്ക് തുടങ്ങിയത്. അല്ല, ഇപ്പോൾ ഈ കോർപ്പറേഷനിലെ കാര്യം നമ്മൾ ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ചിലപ്പോൾ വാർത്താ പ്രാധാന്യം അത്രമേൽ കിട്ടുന്നില്ല എങ്കിൽ പോലും കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കോർപ്പറേഷൻ ഭരിച്ച് മുടിപ്പിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ. എനിക്ക് തോന്നുന്നു സത്യത്തിൽ രാജേഷ് ഒന്ന് ഗാർഡ് ചെയ്ത് നിൽക്കുന്നതാണ്, ആദ്യം അലമ്പാക്കണമെന്ന് വിചാരിച്ചിട്ട്. കാരണം ഇവരെ ലൈൻ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അവരുടെ ഡെപ്യൂട്ടി പിന്നെ മേയർ ഉണ്ടല്ലോ ആശ, ഞാൻ കേട്ട എൻ്റെ ചില ഫ്രണ്ട്സ് മാധ്യമ പ്രവർത്തകർ അവരെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ലിജോ ഇൻ്റർവ്യൂ ചെയ്തു. അതെ, ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആര്യ രാജേന്ദ്രനെ പറ്റി പറയുമ്പോൾ ക്യാമറ ഓഫാക്കിയിട്ട് ആ കൊച്ചു പറയും, അല്ല അവരെ പറ്റി ഒന്നും ചോദിക്കണ്ട, നമ്മളെ മുമ്പുള്ള ആളല്ലേ, അങ്ങനെ മൂവ് ഫോർവേഡ് എന്നുള്ള നിതീഷ് കുമാർ ബീഹാറിൽ എടുത്തൊരു പോളിസിയാണ്. ഞാനിനിയിപ്പോൾ വാല്യൂവിനെ പറ്റി അന്വേഷിക്കാൻ പോകുന്നില്ല, ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യാം. അതിന് ഗുണം അയാൾക്ക് കിട്ടി. ഇപ്പം അയാൾ സ്വയം എഴുതുന്നവരെ അങ്ങനെ തന്നെയാണ് മുഖ്യമന്ത്രി, ഏത് മുന്നണിയാണ് അങ്ങനെ മുന്നണി ജയിക്കും എന്നുള്ളതായിരുന്നു. ആ ഒരു ലൈനിലാണ് രാജേഷ് പോകുന്നത്. രാജേഷ് പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അന്തോ കുന്തം ഉണ്ടാവില്ല. അല്ല, കുറേ ക്ലീൻ ആക്കിയിട്ടുണ്ട്. രാജേഷ് വലിയ തട്ടുകൾ ഉണ്ടാകും, ഒച്ചപ്പ ഉണ്ടാക്കാണ് രാജേഷ് ചെയ്യുന്നത്. അടുത്ത ആഴ്ച എന്തോ ഒരു ഇത് വിളിച്ചിട്ടുണ്ട്, കോൺക്ലേവും വിളിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത്, ഈ സിറ്റിയുടെ മൊത്തം വികസനത്തെ പറ്റി ആലോചിക്കാൻ വേണ്ടി 2 ദിവസത്തെ.
അതെ അതെ, സ്ട്രീറ്റ് ഫുഡിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം തന്നെ രാജേഷ് ഇപ്പോൾ വളരെ കാൽക്കുലേറ്റഡ് മൂവാണ്. ഒരു അണ്ടർഡോഗ് വലിയ ഒറ്റയും വിളിയൊന്നും ഉണ്ടാക്കാതെ, വലിയ ടോയ്ലറ്റ് ഉദ്ഘാടനം ചെയ്തിട്ട് വലിയ കയ്യിലൊന്നും എടുത്ത് കൊടുക്കാതെ ആ രീതിയിലാണ് രാജേഷ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, വി രാജേഷിനോട് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഞാൻ ആണ് മുന്നിൽ നിൽക്കുന്നത് എങ്കിലും എൻ്റെ മുഖമാണ് ചാനലുകളിൽ വരുന്നതെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, ഒരു ടീമായിട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ട് വേറൊരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാ കൗൺസിലർമാരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ BJP-ക്കാർ മാത്രമല്ല, എല്ലാ കൗൺസിലർമാരും അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെച്ചപ്പെടുത്തിയേ തീരൂ എന്നുള്ളൊരു തീരുമാനത്തിൽ എല്ലാവരും പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ അറ്റാക്ക് എതിർപക്ഷത്തിനെതിരെ നടത്താൻ അദ്ദേഹം മുതിരുന്നില്ല. അല്ല, അദ്ദേഹം പറഞ്ഞു ഒരു ഇൻക്ലൂസീവായി പോകുന്നില്ല. അത് BJP-ന്റെ ആളുകൾ പ്രതീക്ഷയല്ല. മാത്രമല്ല BJP-ന്റെ ഭാഗത്ത് നിന്ന് വലിയ വർഗീയത പറയുന്ന ആളുകൾ ഇപ്പം മിണ്ടുന്നില്ല. സന്ദീപ് അജസ്പതി വളരെ ലിബറലാണ്. സുരേഷ് ചർച്ചയ്ക്കും പോകാതെ വളരെ ലിബറലായിട്ടാണ് സംസാരിക്കാറുള്ളത്. വാപ്പ നമ്മളെ ഗോപാലകൃഷ്ണനാണ് ചിലപ്പം, അത് ഗുരുവായൂരിൻ്റെ പ്രത്യേക സാഹചര്യം വെച്ചുകൊണ്ടായിരിക്കും എന്തെങ്കിലും പറയുന്നത്. പക്ഷേ ഗോപാലകൃഷ്ണൻ ബേസിക്കലി വളരെ സെക്കുലർ ആയിട്ടുള്ള മനുഷ്യനാണ്. അതെ അതെ, പിന്നെ അതാർക്കും അറിയില്ല. പിന്നെ അതിശക്തമായ വർഗീയത വന്നുകൊണ്ടിരുന്ന ഒരാളാണ് നമ്മുടെ ഇപ്പോഴത്തെ കോൺഗ്രസിന് MLA ആയിരുന്ന സന്ദീപ് വാര്യർ പോവുകയും ചെയ്തു. അപ്പോൾ അവർ ആ രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ BJP ഒന്നും ചെയ്യുന്നില്ല എന്ന് പലരും കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് എന്ന് വെച്ചുകൊണ്ട് അവർ കുറച്ച് ഈ പറഞ്ഞ വർഗീയ പോലെയുള്ള കാര്യങ്ങൾ അവർ ആ രീതിയിൽ ഇപ്പം പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. പിന്നെ അതല്ല, അവർ സുരേഷൊക്കെ രഹസ്യമായിരുന്നു നന്നായി പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ഇല്ലാത്ത ആരോപണമൊക്കെ സുരേഷിനെ എല്ലാം കൊണ്ടുവരാൻ ശ്രമിച്ചത്. അന്ന് പക്ഷേ ചീറ്റി പോകും. അങ്ങനെ ഇലക്ഷൻ സമയത്ത് ഫണ്ട് തിരിച്ചു കൊടുത്തതാണ്. ബാക്കി വന്ന ഫണ്ട് ആദ്യമായിട്ട് അത് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് സുരേഷാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ ആരോപണം നിൽക്കാൻ പോകുന്നില്ല, ആരൊന്നും കയമ്പുമില്ല, അതേ ശത്രുക്കൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ BJP സൈലൻ്റ് ആയിട്ടാണ് ഗ്രൗണ്ട് പിടിക്കുന്നത്. അവിടെയാണ് ഈ പറയുന്ന ബാലഗോപാലിനെയൊക്കെ പോലുള്ള ഒരാളെ ഈ പ്രതിപക്ഷ നേതാവൊക്കെ ആക്കിയിരുന്നെങ്കിൽ അതൊരു ഒന്നും കൂടി ഉറപ്പ് നൽകുകയാണ് സൗത്ത് ലീഗ് പാർട്ടിക്ക്. അതാക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, പിന്നെ പല സ്ഥലത്തും നിങ്ങൾ പറഞ്ഞു വിട്ട ആളുകൾ അതിന് കഴിവില്ലാത്ത ആളുകളാണെന്ന് ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പോലും അറിയാതെ പോയിട്ട് നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ മലയാളത്തിൽ പറഞ്ഞാൽ പോരെ, മലയാളത്തിൽ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അത് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ വളരെ സെക്കുലർ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ തന്നെ വളരെ സെക്കുലർ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരൊരു പ്രശ്നമാണ്. അല്ല സാർ, അല്ല പേര് പ്രശ്നം ഞാൻ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇന്ന പേരുള്ള അയാൾ ഇതുകൊണ്ടാണ് അയാൾ പ്രൊമോട്ട് ചെയ്യുക. അയാൾക്ക് ഇംഗ്ലീഷ് പോലും അറിയില്ല. സാധാരണക്കാരൻ്റെ കോമൺ സെൻസ് ഉണ്ടല്ലോ ഞാനീ പറയുന്നത്. വേറൊരു കാര്യം കൂടി ഫക്രുദ്ദീൻ അലി എന്നുള്ള അധ്യാപകൻ്റെ കണ്ണിൽ കൂടി ചില കാര്യങ്ങൾ കൂടി കാണണം. ഒട്ടേറെ പേർക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ട്, MPhil. അപ്പോൾ ഇവരോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ 7 അയലത്ത് നിൽക്കാനുള്ള വിവരമോ വിദ്യാഭ്യാസമോ ഉള്ളതായി നമുക്ക് തോന്നുന്നില്ല. അത് രണ്ട് കാര്യമുണ്ട്. ഈ ഡോക്ടറേറ്റ് കിട്ടിയ ആളുകൾ, ചില ആളുകൾക്ക് ആ വിഷയത്തെ പറ്റി നല്ല ധാരണ ഉണ്ടാവും, ചില ആളുകൾക്ക് ആ വിഷയത്തെ പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അത് കേരളത്തിൽ ഭേദമാണ്. പിന്നെ ഈ ഒന്നും അറിയാത്ത ആളുകളും ഒന്നും അറിയുന്ന എല്ലാം അറിയുന്ന ആളുകളും എല്ലാ കൂട്ടത്തിലും ഉണ്ട്. പ്രധാനമായിട്ട് മാത്യു കോലനാടൻ വെൽ സ്റ്റഡീഡാണ്. JNU എന്നാണ് അദ്ദേഹത്തിൻ്റെ PhD. അതേപോലെ തന്നെ ശിവദാസൻ നല്ല ധാരണയുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ അത് ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും നമ്മുടെ കേരളത്തെ PhD എത്രയോ ഭേദമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ എവിടെ പോയാലും ഇപ്പോഴും PhD ആണെങ്കിൽ ഡിഗ്രീസും. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അതൊരു പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ഈ ഒരു വിഷയത്തിലും ഒട്ടേറെ പൊളിറ്റിക്കൽ വെഞ്ചൻസ് തീർക്കുന്ന നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കാറുണ്ടെന്നാണ് കേൾക്കുന്നത്. ചില അധ്യാപക സംഘടനയിലുള്ളവരുണ്ട്, അതുപോലെ തന്നെ ജീവനക്കാരുടെ സംഘടനയിൽപ്പെട്ടവരുണ്ട്. ഇപ്പോൾ ഒന്നും അതൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് കേൾക്കുന്നത്. വളരെ കൊടിയ പീഡനം പലർക്കും ഏറ്റുവാങ്ങേണ്ടി വന്നു. കാരണം ഇപ്പം ഒന്നാമത് പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ നിയമങ്ങൾ വളരെ ശക്തമാണ്. അത് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിലും ഒരു കുട്ടി ഒരു ആരോപണം ഈ പറഞ്ഞ പോലെ എന്നെ ജാതീയമായിട്ടോ മതപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ ഒക്കെ നടത്തിയെന്ന് വന്ന് ഉന്നയിച്ചു കഴിഞ്ഞാൽ, പക്ഷെ ആ കുട്ടി ഉന്നയിക്കണം കേട്ടോ, ആ അധ്യാപകരുടെ കാര്യം പോക്കാണ്. എസ്പെഷ്യലി PhD ഗൈഡുമാർ. കാരണം അവർ ഒരുപാട് നമ്മൾ സ്കൂളോ കോളേജ് പഠിക്കുന്ന പോലെ അല്ല, പല സ്ഥലത്തും മീറ്റ് ചെയ്യേണ്ട കാര്യം. ഒരു ആരോപണം ഉന്നയിച്ചാൽ തീർന്നു പോകും ഈ ഗൈഡ്. എനിക്ക് അത്രത്തോളം അതിൽ വിശ്വാസമില്ല. കാരണം ആ രീതിയിൽ ഞാൻ പറഞ്ഞത് മാനസിക പീഡനം ചിലപ്പോൾ ഉണ്ട്. ചിലപ്പോൾ അത് ഹാഷ് അത് ചെയ്യണം. ചിലപ്പോൾ ഗൈഡുമാർ ചിലപ്പോൾ നമ്മൾ ഏറ്റവും നന്നായി എഴുതി വിചാരിച്ചത് ഗൈഡുമാർക്ക് ചിലപ്പോൾ അത് പിടിക്കണമെന്നില്ല. കാരണം അവർ അംഗീകരിച്ചു പിടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടി കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, ഇന്നത് കൂടി ഐഡിയ ചെയ്യണമെന്ന്. അപ്പോൾ കുട്ടിയുടെ മാക്സിമം നോക്കി. എന്നാൽ ഗൈഡിനെ സംബന്ധിച്ച് അയാൾക്ക് കുറച്ചുകൂടി അനുഭവം ഉണ്ട്, അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അത് കുറച്ച് സബ്ജക്റ്റീവ് കൂടിയാണ്. ഇതിൻ്റെ 2 വശം കൂടി നമ്മൾ കാണണം കേട്ടോ. ഒരു വശം മാത്രമേ കാണണ്ട. അല്ല, നമ്മളിപ്പോൾ ശരിയാണ്, ചില സംസ്ഥാനങ്ങളെ അപമാനിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. അതെ, ജാതിയും മതവും നോക്കി PhD കൊടുക്കുന്ന ആളുകളുണ്ട്, മനസ്സിലായോ? അത് മാത്രം നോക്കിയിട്ട് ഒഴിവ് നോക്കിയിട്ട്
ഒരു വിവരവും ഒരു സബ്ജക്റ്റിൽ ഇല്ലാത്തവൻ ആ സബ്ജക്റ്റിൽ വിട്ട് ഏതെങ്കിലും ഒരു തപാൽ കോഴ്സ് വഴി MA ഒക്കെ അടുപ്പിച്ചിട്ട് PhD എടുത്ത് കൊടുക്കുന്നത് ഞാനൊന്നും മിണ്ടാത്തതുകൊണ്ടാണ്. കേരളത്തിന് പുറത്ത് അങ്ങനെ ഉണ്ടെന്നാണ്. കേരളത്തിന് പുറത്ത് കേരളത്തിൽ വന്നവർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ പറയാത്ത എന്തുകൊണ്ടാ വെച്ചാൽ ആ സംസ്ഥാനത്തെയും അവിടെയുള്ള ആളുകളെയും അവിടെ നിന്ന് എടുത്ത ആളുകളെ അപമാനിക്കണം വിചാരിച്ചിട്ട്. അത് നമ്മളെ കേരളത്തിലുള്ളതുകൊണ്ട് നമ്മളെ പ്രശ്നം നമുക്ക് അറിയാന്നുള്ളൂ. ബട്ട് അവർ സ്റ്റാൻഡേർഡ് ഈസ് സോ ഹൈ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതാണ് കേരളത്തിൽ ഇപ്പോൾ CPM-ൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കണ്ണൂർ അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് കണ്ണൂർ ഇങ്ങനെ ഉള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് പോകുകയാണെന്ന് തോന്നുന്നു. അതിൻ്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും എന്നാണ് കരുതുന്നത്? ഇപ്പോൾ ഈ അഭിപ്രായം തുറന്നു പറഞ്ഞുകൊണ്ട് കണ്ണൂരിലെ നേതാക്കളടക്കം വന്നിരിക്കുകയാണ്. അതെല്ലാവരും ഞെട്ടിച്ചു. കാരണം കണ്ണൂരാണ് അല്ല, അടുത്ത ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒന്നും പോലെ തന്നെ ഈ പാർട്ടി പിണറായി ഉണ്ടായിക്കൊണ്ട പാർട്ടി, അത് കായിക ബലത്തിൽ അധിഷ്ഠിതമായി ഉണ്ടായിക്കൊണ്ട പാർട്ടിയാണ്, അല്ലാതെ വായനയിലോ വിവേകത്തിലൊന്നും അധിഷ്ഠിതമല്ല. അപ്പോൾ ആ ഒരു ശക്തി അദ്ദേഹത്തിൻ്റെ ആ ഒരു പവർ പോയി നിലനിൽക്കുന്നുണ്ട്. ആ പവർ നിൽക്കുന്നത് മാത്രമല്ല, ഇവരുടെ എല്ലാം ഗുഡ് ആൻഡ് ബാഡ് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ അദ്ദേഹം ചെറിയിപ്പിക്ക് ചെയ്ത ആളുകളാണ്. ഒരു പരിധി കൂടുതൽ കളിച്ച ഇവരൊക്കെ ചട്ടിയിലാവും. അത് ശരി. അല്ല, ഇനിയും ഇവർ ഇങ്ങനെ സ്ഥാനത്തിന് വേണ്ടി ശബ്ദമുയർത്താതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അവർ ഉയർത്തിക്കഴിഞ്ഞാൽ അവർക്കറിയാലോ എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം. ഓക്കെ. അതുകൊണ്ട് അദ്ദേഹത്തിനെ വലിയ രീതിയിൽ അധിഷ്ഠം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇവർ ചെയ്യില്ല. അല്ല, എൻ്റെ ഒരു ചോദ്യം വരുന്നത്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഇളക്കി വിടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മാറ്റാൻ ശ്രമിക്കുക പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി. അതും എത്തില്ല. കാരണം അദ്ദേഹം ചൂസ് ചെയ്ത ആളാണ് സെക്രട്ടറി മാറ്റാൻ അദ്ദേഹത്തിൻ്റെ പരാജയമാണ്. അത് ബുദ്ധിമുട്ടാണ്. അത് മാറ്റാൻ സാധിക്കില്ല. മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇത് വളരെ മുമ്പേ ഉള്ള ഒരു ദോഷമാണ് ഈ നോർത്ത് സൗത്ത് ഡിവൈഡ്. അതായത് നായനാർ, EMS, ആകപ്പാടെ VS അച്യുതാനന്ദൻ മാത്രമാണ് അദ്ദേഹത്തെ ഒരു പാവം കൊടുത്തത് സൗത്ത് നിന്ന് മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. പണ്ട് പാർട്ടി ശക്തമായിരുന്ന, പാർട്ടി ബോധം ശക്തമായിരുന്ന സമയത്ത് ഇതൊന്നും ആളുകൾ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പം പാർട്ടി ദുർബലമായപ്പോൾ തന്നെ ചിന്തകൾ കയറുന്നുണ്ട്. ഈ നോർത്ത് സൗത്ത് ഡിവൈഡ്, ഈ പാർട്ടിയുടെ ഭൂരിപക്ഷം ആളുകളും മെമ്പർമാർ ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളെന്ന് വെച്ചാൽ അതിൽ തന്നെ ഈഴവരാണ്. അതുകൊണ്ട് BJPക്ക് പണി വളരെ എളുപ്പമാണ്. ഓക്കെ, അതാണ്. അല്ലെങ്കിൽ ഇവന് നോർത്ത് സൗത്ത് ഡിവൈഡ്, നോർത്ത് സൗത്തിൽ നേതാക്കന്മാരില്ലായിട്ടാണോ? അല്ല, ഇത് ഈ സ്ഥിതിക്ക് മാറ്റം വന്നില്ല എങ്കിൽ നേതൃത്വത്തിൽ ഇപ്പം തന്നെ കേരളത്തിലുള്ള ഏറ്റവും മികച്ച നേതാക്കന്മാർ പറയുന്നത് നമ്മൾ P ജയരാജനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗോവിന്ദ മാഷ് നിങ്ങൾ ഈ തമാശ അദ്ദേഹത്തിന് മോശക്കാരെന്നല്ല മാറ്റി നിർത്തി, അല്ല അദ്ദേഹത്തെ തമാശ ലുക്ക് ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ്. പിന്നെ അദ്ദേഹത്തിന് വിധേയത്വം ഉണ്ട്, അതുകൊണ്ടാണ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ. ബാക്കിയെല്ലാം P രാജീവാണെങ്കിലും ബാലഗോപാലാണെങ്കിലും ഇവരെല്ലാം സൗത്തിലാണ്. സുധാകരൻ ഉണ്ടായിരുന്നു. ഇവരെല്ലാം സൗത്തിൽ നല്ല മികച്ച നേതാക്കന്മാരുണ്ട്. അതെ. പക്ഷേ അവർക്കൊന്നും ആ ഡ്യൂ റെക്കഗ്നിഷൻ കിട്ടിയിട്ടില്ല. പാർട്ടി സെക്രട്ടറി എങ്കിലും ആക്കാമായിരുന്നു. ആ പാർട്ടി സെക്രട്ടറി അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ പോയി അമേരിക്കയിൽ ജനിക്കണമെന്നാണ്. അപ്പോൾ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയാണ് കണ്ണൂർ പോയി ജനിക്കണമെന്ന് പറയുന്നതിൽ എന്തൊരു ഗതികണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാറേണ്ടത് അനിവാര്യമാണ്, പക്ഷെ മാറ്റില്ല. മാറ്റിയില്ല എങ്കിൽ ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ, അതായത് താഴോട്ട് പൊയ്ക്കൊണ്ടേ, അത് ബുദ്ധിമുട്ടാണ്. താഴോട്ട് പൊയ്ക്കൊണ്ടേ. തോൽവി എന്നുള്ള വാക്ക് അംഗീകരിക്കാൻ പിണറായിക്ക് സാധിക്കില്ല. ബുദ്ധിമുട്ടാണ്. അപ്പോൾ തകർച്ച തന്നെയാണ്. ഇത് ഈ രീതിയിൽ പോകുമ്പോൾ തകർച്ച, അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഒരു ദിവ്യ ജനനം ഉണ്ടാവും. അല്ലെ BJPക്കാർ ആ രീതിയിൽ ആളുകളെ വെറുപ്പിച്ച് മണ്ടത്തരം കാണിക്കണം. അതാണ്. അപ്പൊ പിന്നെ അവന്മാര് ശരിയില്ല, നമ്മളെ പാർട്ടി നല്ലത് പിന്നെ കുറച്ച് പയ്യന്മാർ കോൺഗ്രസ് പോകും. സതീശൻ ഈ രീതിയിൽ പോവുകയാണുണ്ടല്ലോ. യെസ്, അവിടെയാണ് വേറൊരു സാധ്യതയുള്ളത്. സതീശൻ ഈ രീതിയിൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ, കോൺഗ്രസും UDF അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ UDF ഇപ്പോൾ ഉണ്ടെന്ന് പറയപ്പെടുന്ന അഭിപ്രായ വ്യത്യാസം പരിഹരിക്കപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ, സതീശൻ വിൽ ബി എ ബിഗ് ത്രെറ്റ് ടു അതർ പാർട്ടീസ്, ഓൾ അതർ പാർട്ടീസ്. ഏറ്റവും വലിയ തൊട്ട് CPM-നാണ്. കാരണം BJPക്കാരെക്കാളും പലരും ഓപ്റ്റ് ചെയ്യുന്നത് തീയന്മാർ വെച്ച്. ഈഴവർക്കൊരു ആൻറ്റി കോൺഗ്രസ് ആണ് ഉണ്ട് സൗത്തിൽ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷേ എന്നുവെച്ചാൽ താഴെത്തട്ടുള്ളൂ ഇവർക്ക്. ബാക്കിയുള്ള ആളുകളെ സതീശൻ കൊണ്ടുപോകും. അതാണ്. അപ്പോൾ UDF-നകത്ത് സതീശനെ പ്രവാഹമാണ് ലീഗിൽ വരുന്ന മാറ്റം നോക്കിയാൽ മതി. എനിക്കൊക്കെ ഇനി എന്ത് റെലവൻസ് ആയി ഞാൻ ആലോചിക്കുക. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളാണ് ലീഗ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഞാനതൊരു പരിപാടിയൊക്കെ നിർത്തിയാലെന്ന് ആലോചിക്കും. ഇനി നമ്മളെ റോള് കഴിഞ്ഞു തോന്നും. അല്ല, ലീഗ് സതീശൻ്റെ വഴിയെ വന്നു എന്നാണ്. അതായത് UDF-നെ ശക്തിപ്പെടുത്തുന്ന വഴിയെ പോകുന്നു എന്ന് പറയാം. ശക്തിപ്പെടുത്തുക. അവർ കൂടുതൽ ഈ പറഞ്ഞ റിയാലിറ്റീസ് തിരിച്ചറിഞ്ഞു, അവരുടെ പഴയ തെറ്റുകൾ തിരിച്ചറിയുന്നു, നാഷണലിസ്റ്റിക് ആവുന്നു, അവരാരാ തിരിച്ചറിയുന്നു. അത് എനിക്കൊരു വലിയ സന്തോഷം തന്നാൽ ഇത്തരം കാര്യം വെട്ടി തുറന്ന് പറഞ്ഞത് കഴിഞ്ഞ 3-4 വർഷം ഞാൻ മാത്രമേ ഉള്ളൂ. അതായത് ഒരുത്തരം വന്നിട്ടില്ല, അതിന് ശേഷവും വന്നിട്ടില്ല. അപ്പോൾ കാര്യം ചെയ്യുന്നുണ്ട്, പറയാനുള്ള ധൈര്യം ഇപ്പോഴും വന്നിട്ടില്ല. അതെ. അപ്പോൾ അതാണ് ചുരുക്കി പറഞ്ഞാൽ
CPM ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിലനിൽപ്പിനുള്ള വെല്ലുവിളി, അവരുടെ നിലനിൽപ്പിനെ ശക്തമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി. ആ വെല്ലുവിളി ഉയർത്തുന്നത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ്, സ്വന്തം പാർട്ടിയുടെ നേതൃത്വം തന്നെയാണ്. നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വരവ് ഇതിന്റെ അസാധ്യമായി. പ്രശ്നം മലബാറിലുള്ള ഈ പ്രശ്നം ഈ പരാജയത്തോടു കൂടി അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പ് തുടങ്ങിയതാണ്. കാരണം ഒരു റാങ്ക് ആൻഡ് ഫയൽ ഒറ്റക്കെട്ടെ BSന്റെ കൂടെ നിൽക്കുന്നെങ്കിൽ പോലും പാർട്ടി ആയിരുന്നു വരുത്. സൗത്തിൽ ഈ പ്രശ്നം തുടങ്ങി 10-20 കൊല്ലമായി. അതെ, ഈ ഈ മറ്റ് ഭാഗത്തെ കഴിവുള്ള നേതാക്കളെ ഒട്ടേറെ പേരുടെ മണ്ടയടപ്പിക്കുന്ന വിധത്തിൽ, അതായത് അവരുടെ തല വെട്ടുന്ന വിധത്തിൽ നിങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. CPMൻ്റെ നേതൃത്വം, സോ കോൾഡ് ഔദ്യോഗിക നേതൃത്വം ചെയ്തിട്ടുണ്ട്. അത് ആ പാർട്ടിയെ തകർത്തത് ചെറുതായൊന്നുമല്ല എന്ന് നമുക്ക് വളരെ തറപ്പിച്ച് തന്നെ പറയാം. മറുവശത്ത് BJP ജനങ്ങളെ വെറുപ്പിച്ചില്ല എങ്കിൽ ഇതിൻ്റെ നേട്ടം വലിയ രീതിയിൽ കൊയ്യുന്നത് അവർ തന്നെയായിരിക്കും. ഈഴവർ വലിയ രീതിയിൽ, നമ്മൾ പലപ്പോഴും മുൻപ് പറഞ്ഞിട്ടുള്ള ചർച്ചകളിലൊക്കെ തന്നെ പറഞ്ഞത് വീണ്ടും പറയുകയാണ്, ഈഴവർ ഇടതുപക്ഷത്തെ കൈവെടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. മൂന്നാമത് അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സതീശൻ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീം സതീശൻ വളരെ ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയാണെങ്കിലും മുരളീധരനാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ടീം എല്ലാം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. ലീഗ് അവരുടെ ഏറ്റവും വലിയ കാര്യമുണ്ട്, അവർക്ക് യാതൊരു തരത്തിലുള്ള എന്താണ് ലിമിറ്റേഷൻസ് ആ രീതിയിലില്ല. ഉദാഹരണം ഡ്രസ് കോഡിലാണെങ്കിലോ ആറ്റിറ്റ്യൂഡിലാണെങ്കിലോ തുറന്നു ബിന്ദു ചേച്ചി കണ്ടിട്ട് എന്ത് മന്ദയാന്ന് നമുക്ക് തോന്നില്ല. വളരെ സിമ്പിളായിട്ട്. അതെ. പിന്നെ ഈ റോജിനെ കണ്ടില്ലേ, റോജി ഇപ്പോഴും ആ JNUവിൽ PhD ചെയ്യുന്ന ഓരോ ജീൻസും ഇട്ട്. അതെ, അങ്ങനെ ഇത് മറ്റേ നമ്മളെ മന്ത്രിമാർ ഒരു അകലം കീപ്പ് ചെയ്യുന്ന പോലെ P. രാജീവിനെ പോലുള്ള ചില ആളുകൾ ഒക്കെ വളരെ എന്താ പറയുക ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും ബാലഗോപാലിന് ഒരു മാറ്റം വന്നില്ല. പലരും വേറെ തലത്തിലെത്തിപ്പോയിരുന്നു. ഇവരെ പൊതുവെ എല്ലാവരും നോക്കും. അതെ, നമ്മൾ പൊതുവെ മസനുണ്ടെന്ന് വിചാരിച്ചിരുന്ന ബഷീർ വരെ അതെ ഭയങ്കര കൂളാണ്, വളരെ കൂളായിട്ട്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ. അതാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണ് ഇപ്പോഴത്തെ ഭരണാധികാരികൾ എന്നൊരു തോന്നൽ, ഒരു പ്രതീതി സൃഷ്ടിക്കുവാൻ അവർക്ക് UDFന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യം, പോസിറ്റീവാണ്. അങ്ങനെ ടീം സതീശന് വലിയ സാധ്യത മുന്നിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. തമ്മിലടിച്ചതിനെ തകർക്കരുത്, ശക്തമായി ഒരുമിച്ച് മുന്നോട്ട് പോയാൽ അതും ഇടതുപക്ഷത്തിന് CPMന് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് കേരളത്തിലെ പ്രസൻറ്റ് പൊളിറ്റിക്കൽ സിനാരിയോ, അല്ലേ? വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.